ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ മനുഷ്യരായിട്ടുള്ള ആരും കേൾക്കാൻ വേണ്ടിയല്ല, കാണാൻ വേണ്ടിയല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദൈവങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. എൻ്റെ പൊന്ന് ദൈവങ്ങളെ, ഞാൻ ദൈവങ്ങളോടാണ് പറയുന്നത്. നിങ്ങളുടെ പേരിൽ ഈ ഭൂമിയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് താഴോട്ടിറങ്ങി വന്ന് കാണണം. കണ്ണ് തുറക്കാത്ത ദൈവങ്ങൾ, അത് ആ എഴുതിയ കവിയുണ്ടല്ലോ, അത് കറക്റ്റാണ് എഴുതി വെച്ചത്. കണ്ണ് തുറക്കത്തില്ല, നിങ്ങൾ കണ്ണ് തുറക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിൽ ആകാശത്തും പിന്നെ ഈ ഹിമാലയത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായം മനസ്സിലായോ? നിങ്ങളുടെ പേരിൽ ഇവിടെ ഈ ഭൂമിയിൽ ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായം നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്കറിയാമോ, ഡി ജെ പാർട്ടിയാണ് ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു 50,000, 1,00,000, 1,50,000 വാട്ട്സ് സൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഈ കൂത്താട്ട് ഈ പറയുന്ന കൂത്താടികൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, കള്ളും കുടിച്ച് മെതിച്ച് ആഭാസത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് ആദ്യം കാണണം എൻ്റെ ദൈവങ്ങളെ. നിങ്ങളുടെ പേരിൽ കാണിച്ചു കൊടുക്കുന്ന കോപ്രായങ്ങൾ കാണാതെ നിങ്ങളിത് എവിടെ പോയി കിടക്കുകയാണ്? അതാ നിങ്ങളും ഡി ജെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇനി ആകാശത്തും ഈ പറയുന്ന പോലെ സ്വർഗത്തിലുമില്ല. അല്ല, അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്. ഒന്ന് പറഞ്ഞതാ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കനെ മറ്റേ വിറക് കൊണ്ട് അടിച്ചു പോകുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ. ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ പൂരം അടിയാണ്. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലെയും പള്ളികളിലെയും പെരുന്നാളിൻ്റെയും ഉത്സവങ്ങളുടെയും സീസണാണ്. ഈ സമയത്ത് ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നിങ്ങൾ ദൈവങ്ങളെ, പൊന്നു ദൈവങ്ങളെ, നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്ക്. ചിലപ്പോൾ അടി നിങ്ങൾക്കും കിട്ടും പാഴ്സലായിട്ട്. അല്ലെ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഇത്രയും തോന്നിയവാസം കാണിക്കുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ വേറെയില്ല. ദൈവം ഇസ്രായേലിൽ കിടക്കുന്ന ആളുകൾക്ക് അവർക്ക് ഈ പറയുന്ന ദൈവം പുണ്യസ്ഥലമാണ് ഇസ്രായേൽ. അറിയാലോ, പല മതങ്ങളുടെ പുണ്യസ്ഥലമാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവിടെ കിടക്കുന്ന ഈ പറയുന്ന ഇസ്രായേലിൽ കിടക്കുന്ന ദൈവങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് പരസ്പരം ഈ പ്രാർത്ഥിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും സമയമില്ല. അവിടെ പൊരിക്കുകയാണ്, ബോംബും മറ്റേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള ദൈവങ്ങളുടെ കാര്യം പറഞ്ഞ് ഇവിടെ പ്രാർത്ഥനയും ആഘോഷവും ധ്യാന കേന്ദ്രവും രോഗശാന്തി ശുശ്രൂഷയും ഒരു കോപ്രായങ്ങളാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, കഴിവതും നിങ്ങൾ ഈ മനുഷ്യനെ വാട്സപ്പും ഫേസ്ബുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഇത്രയും ടെക്നോളജി മനുഷ്യനെ കണ്ടുപിടിക്കാമെങ്കിൽ, മനുഷ്യനെ കണ്ടുപിടിച്ചെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ഇതിലും വലിയ ടെക്നോളജി കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ ദയവ് ചെയ്ത് ഈ കോപ്രായം കാണിക്കുന്ന ഇവന്മാരെയൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചൊന്ന് റെഡിയാക്കിത്താ. ഒരു ചെറുക്കൻ്റെ തല അടിച്ച് പൊട്ടിച്ച് അവൻ ഹോസ്പിറ്റലായി അവൻ മരിച്ച് അവൻ്റെ അപ്പനും അമ്മയ്ക്ക് നഷ്ടപ്പെട്ട്, വേറെ ആർക്കും പോയിട്ടില്ല. അല്ല, ഞാൻ ആലോചിക്കുന്നത് എന്തറിയാമോ, ഒരു ചെകുത്താനെന്നും പറഞ്ഞ് നമ്മൾ ഒരു സാധനത്തിന് ഈ പറയുന്ന എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ദൈവങ്ങളെ ആരാധിക്ക്, സാത്താനെ വെറുക്കെന്നാ പറയുന്നത് അല്ലേ? ഈ വെറുക്കപ്പെട്ടവനെ സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ എങ്ങും കാണാനില്ല കേട്ടോ. ഉള്ള കാര്യം പറയാനില്ല. വെറുക്കപ്പെട്ടവൻ കാരണം ആരും ഒരു സ്ഥലത്ത് മരിച്ചിട്ടുമില്ല, ആരെയും കൊന്നിട്ടുമില്ല. ഞാൻ പറയുന്നത് സാത്താൻ്റെ കാര്യമാണേ. ഈ കരുണാനിധിയായ ദൈവത്തിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിഷമം. എന്നിട്ട് ഈ കരുണാനിധി ഇത് എവിടെയാണ്? ഇദ്ദേഹം ഈ എന്താ പറയുക, സർവശക്തൻ ഇത് എവിടെയാണെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. ഇത്രയും ആളുകൾ മരണപ്പെടുന്നു. ഈ 1.5 ലക്ഷം വാട്ട്സും 2 ലക്ഷം വാട്ട്സൊക്കെ വെച്ചിട്ടാണ്, ബോക്സ് അടുക്കി വെച്ചിട്ടാണ് ഈ പറയുന്ന കോപ്രായം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പബ്ബിലൊക്കെ നമ്മൾ കണ്ടില്ലേ, പബ്ബിലൊക്കെ പോയിട്ട് ഈ ഡാൻസ് കളിക്കുന്ന, ബാറിലൊക്കെ കിടന്ന് കളിക്കുന്ന കളി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കോപ്രായം, ഈ തുണിയൊന്നും ഇല്ലാതൊക്കെ. അതിനേക്കാൾ കഷ്ടമായിട്ടാണ് ഈ പറഞ്ഞ 1.5 ലക്ഷം 2 ലക്ഷം വാട്ട്സൊക്കെ വെച്ചിട്ട് അമ്പലത്തിൻ്റെയും പള്ളിയുടെയൊക്കെ മുറ്റത്ത് കിടന്നിട്ട് ഈ കോപ്രായം മുഴുവൻ കാണിക്കുന്നത്. കൊടിച്ച് 4 കാലേ അമ്പലത്തിൽ ഉത്സവമാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഉത്സവം 7 ദിവസം ഉത്സവമാണെങ്കിൽ ആ 1-ാം ദിവസം മുതൽ കൊടിയേറുന്ന അന്ന് മുതൽ തുടങ്ങുന്ന അടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഈ പറഞ്ഞു വരുന്നത്, ഈ മദ്യപാനം എന്ന് പറയുന്ന സാധനം. ഇപ്പം ഇതിൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ ഈ കൊടിയേറുന്ന അന്ന് മുതൽ മദ്യപിച്ചിട്ട് അതിൻ്റെ പേരിൽ കിടന്ന് അടിയാ. ഇപ്പം പള്ളിയിലൊരു പെരുന്നാളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് തന്നെ സംഭവിക്കുന്നത്. അവിടെ ഇതുപോലെ തന്നെ കൊടിയേറുന്ന അന്ന് മുതൽ തുടങ്ങുന്ന മദ്യപാനം. അത് കഴിഞ്ഞാൽ ആ പെരുന്നാളിൻ്റെ അന്ന് കലാശക്കൊട്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു നിരപരാധിയുടെ മുതുകത്ത് കയറി ചെണ്ട കൊട്ടിയിട്ട് ഇവന്മാർ വീട്ടിൽ പോകുള്ളൂ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തായ സത്യം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സ്വർഗത്തിലിരിക്കുന്ന ഈ ദൈവങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ ഈ അവിടെ കിടന്ന് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഈ തല്ലെങ്കിലും കാണാനൊന്ന് വന്നൂടെ ഈ ഭൂമിയിലോട്ട്? അല്ല, എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾ ഈ തല്ലെങ്കിലും ഒന്ന് കാണാൻ ഈ ഭൂമിയിലോട്ട് വന്നൂടെ? നിങ്ങൾ എന്തിനാണ് അവിടെ പോയി അടയിരിക്കുന്നത്? നിങ്ങൾ സ്വർഗത്തിൽ കിടന്ന് എന്ത് കാണിക്കുകയാണ്? എനിക്ക് മനസ്സിലാണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് സ്വർഗത്തിൽ കിടന്ന് കാണിക്കുന്നത്? നിങ്ങൾ സ്വർഗത്തിൽ ഇരുന്ന് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയണം. കാരണം ഇത് ഇത്രയും കോപ്രായങ്ങൾ നടന്നിട്ടും പാവപ്പെട്ട നിരപരാധികളുടെ ജീവൻ എടുത്തിട്ട് നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയണം. എന്തെങ്കിലും ഉടായ്പുണ്ടോ അവിടെ? എന്തൊക്കെയാണ് മനുഷ്യൻ്റെ അല്ല പറയുന്നതിനോട്. ഇപ്പൊ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാൽ മുഴുവൻ ഈ ഉത്സവങ്ങളിൽ അടിയും പൂരവും ഒക്കെ. ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉത്സവങ്ങളിൽ എത്ര അമ്പലങ്ങളിൽ എത്ര സ്ഥലത്ത് അടി നടന്ന്, എത്ര പ്രശ്നങ്ങൾ നടന്ന്. എല്ലാം ദൈവത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അല്ല, ഞാൻ ഗവൺമെന്റിനെ കുറ്റം പറയത്തില്ല, ഞാൻ കുറ്റം പറയത്തില്ല, ഒരു മനുഷ്യനും കുറ്റം പറയത്തില്ല. കാര്യം എന്നറിയാം, സർവശക്തൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഈ സർവശക്തൻ അവിടെ ഉണ്ടായിട്ട്
എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഇതൊന്നും തടയിടുന്നില്ല? സർവശക്തൻ എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിൽ കിടന്ന് ഇത്രയും കോപ്രായം കാണിച്ചിട്ട് സർവശക്തൻ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? സർവശക്തൻ എന്തുകൊണ്ട് ഇതിന് തടയുന്നില്ല? ഒരു ചെറുക്കൻ്റെ ജീവൻ ഈ അമ്പലപ്പറമ്പിലിട്ട് അവൻ്റെ ജീവൻ അവിടെ ഇട്ട് പിന്നെ തല്ലി അവനെ കൊല്ലുമ്പോൾ എന്തുകൊണ്ട് സർവശക്തൻ ഇടപെട്ടില്ല? അല്ലേ? ഈ തല്ലിയവരെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിരിക്കുന്ന വടി മാഞ്ഞു പോകട്ടെ എന്ന് പറയാനൊക്കെ പറ്റൂല. ഇതൊക്കെ കോപ്രായമൊക്കെയാണ് കാണിച്ചു വിടുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതെന്നറിയോ, ദയവ് ചെയ്ത് ഈ ദൈവങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പം മനുഷ്യരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ ദൈവങ്ങളുടെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കരുത്. പിന്നെ ദൈവങ്ങളെ വിറ്റ് ദൈവങ്ങളുടെ ഈ പ്രതിമയും ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചും ആരാധിപ്പിച്ചിട്ട് നിങ്ങളെപ്പോലത്തെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ട് ആരാധിപ്പിച്ചിട്ട് പിന്നെ ഉപജീവന മാർഗം കഴിച്ചു കൂട്ടാനായിട്ട് കുറേ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ. അല്ലാതെ ഈ കെട്ടുകഥകളുടെ പുറകെ പോയിട്ട് ഈ പറയുന്ന പിഞ്ച് പിന്നെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ആളുകളെയൊക്കെ കുടിച്ച് കൂത്താടി നടന്നേച്ചും ഉത്സവമൊന്നും അമ്പലത്തിലെ ഉത്സവമൊന്നും പള്ളിപ്പെരുന്നാളെന്നൊക്കെ പറഞ്ഞ് കോപ്രായം കാണിച്ചു കൂട്ടിയേച്ചും ഈ DJ പാർട്ടിയൊക്കെ നടത്തിയേച്ചും അവിടെ ഇട്ട് മറ്റേ വടിക്കും അതിനൊക്കെ തല്ലി കൊന്നിട്ട് ദൈവങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവങ്ങളില്ല, അത് തന്നെ സത്യം. കഴിവെങ്കിൽ മനുഷ്യരായ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം കോമാളികൾ വീടിൻ്റെ മുറ്റത്ത് പിരിവിനെന്ന് പറഞ്ഞ് വരുമ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാശ് പിരിവിന് ഞങ്ങൾ തരാം, നിങ്ങൾ പോയി ഞങ്ങളെ പറ്റിച്ച് നിങ്ങൾ തിന്നോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന അമ്പലത്തിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പള്ളിയിലെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് നടത്തുന്ന സംഘാടകരായ നിങ്ങൾ നഷ്ടപരിഹാരം നിങ്ങൾ അത് നഷ്ടം പറയേണ്ടതായിട്ട് വരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ നഷ്ടപരിഹാരം തരേണ്ടി വരും. കാരണം ഉത്സവം നടത്തുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ദേവാലയത്തിൽ ഒരു വൈദികൻ പറയണേ ഈ പ്രാവശ്യം നമുക്ക് പള്ളിപ്പെരുന്നാൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഇടവക ജനങ്ങൾ അത് കൂടുതൽ സംസാരിക്കത്തില്ല. അങ്ങനെ തന്നെയാണ്. പള്ളിയിൽ അച്ഛൻ പറയാണ് ഈ പ്രാവശ്യം നമുക്ക് പള്ളിപ്പെരുന്നാൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ച് പേരൂടെ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. വ്യക്തമായ ഒരു റീസൺ പറഞ്ഞു കൊടുക്കുക. അച്ഛൻ പറയാണ് പിന്നെ പള്ളിപ്പെരുന്നാൾ മുൻപത്തെ പോലെയല്ല, ഇത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ആഡംബരമാണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അതിൻ്റെ തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂരിഭാഗം പള്ളികളിലും ഗാനമേളകളില്ല. ഭൂരിഭാഗം പള്ളികളിലും ഗാനമേളകൾ നടത്താറില്ല. എന്തുകൊണ്ട് ഗാനമേള നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ഗാനമേളയോ അല്ലെങ്കിൽ അനുബന്ധം അതുപോലത്തെ ഏതെങ്കിലും പ്രോഗ്രാമോ നടത്താറില്ല. നാടകം പോലുള്ള കാര്യങ്ങളെ നടത്താറുള്ളൂ. എന്തുകൊണ്ടാണ് നടത്താത്തതെന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് ഡാൻസ് ഇതൊന്നും നടത്താറില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞതാണ്, പാട്ട് പാടുമ്പോൾ തുള്ളുമ്പോൾ ഇടിയുണ്ടാവും. ഇടിയുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കത്തിക്കുത്തുണ്ടാവും, ചിലപ്പോൾ കൊലപാതകം വരെ നടക്കും. അപ്പോൾ അത്തരം പ്രകോപനാന്തരീക്ഷം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കലാപരിപാടിയും പള്ളിമുറ്റത്ത് നടത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിമുറ്റത്ത് ഇപ്പോൾ ഗാനമേളയൊന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പേ നിന്ന് പോയി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന പ്രോഗ്രാമൊക്കെ ഉള്ളൂ. അത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതോടെ ഇപ്പോൾ ഒരു പള്ളിയിലില്ലല്ലോ. അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പള്ളിമുറ്റത്ത് ഈ ഗാനമേള എന്ന് പറയുന്നത് നടത്തുന്നതിന് പകരം ആ പള്ളിപ്പെരുന്നാൾ തന്നെ വേണ്ടെന്ന് വെക്ക്. സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ പൈസ അവരുടെ കയ്യിൽ ഇരിക്കും, ഇത്തരം കോപ്രായങ്ങളും ഇല്ലാതാകും, പിന്നെ ഈ DJ പാർട്ടി ഇല്ലാതാകും. എന്തൊക്കെ കളിയാണ് കളിക്കുന്നത്? കുറേ ലൈറ്റ് ഇത് കുറേ DJ ഈ പറയുന്നത് പോലെ കുറേ സംഭവമൊക്കെ വെച്ചിട്ട് പൊളിക്കും. എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ. ഞാനൊരു പിന്നെ ഈ നമ്മളിപ്പോൾ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് മറ്റേ ബാറിൽ കയറി ചെല്ലുന്ന പ്രതീതിയാണ്. മറ്റേ പബ്ബിലോട്ടൊക്കെ ചെല്ലുന്ന ബാംഗ്ലൂരൊക്കെ ഉള്ള പബ്ബൊക്കെ ഇല്ലേ, അവിടെയൊക്കെ കയറി ചെല്ലുന്ന പ്രതീതിയാണ്. ഈ ലൈറ്റും ഐറ്റംസും ഇതും കുറേ ബോക്സും ഒക്കെ നിരത്തി വെച്ചിട്ട് പൊളിക്കുക. പിന്നെ ഒരു ആകെയുള്ളൊരു മനസമാധാനം എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന മുഴുവൻ ഭക്തിഗാനമാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന മുഴുവൻ ഭക്തിഗാനമാണ്. പക്ഷേ DJ ആയിട്ടാണ് കേൾക്കുന്നതെന്നേ ഉള്ളൂ. കാലം മാറി, മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് ദൈവങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല, പേടിച്ചിട്ടായിരിക്കും. അവരുടെ ചെവിടടിച്ച് പോയിട്ടായിരിക്കും അവരിപ്പോൾ വരാത്തത്, രക്ഷപ്പെട്ട് പോയതായിരിക്കും. അതല്ല ഇത്രയും വലിയ ആംപ്ലിഫയറും ബോക്സൊക്കെ വെച്ച് തകർക്കുമ്പോഴേ പിന്നെ പോരാത്തതിന് മദ്യപാനികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ദൈവങ്ങൾ പേടിച്ചിട്ടായിരിക്കും. ദൈവങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു അമ്പലത്തിലും പള്ളിയിലും കാണത്തില്ല. ദൈവങ്ങളെ തിരയണ്ട, അവിടെയെങ്കിലും ദൈവങ്ങൾ കാണത്തില്ല. എല്ലാം ഓടി രക്ഷപ്പെട്ട്. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു ദൈവങ്ങളെ, നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരിക, വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടയിടുക. നിങ്ങൾ സർവ്വശക്തരാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിവില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനുഷ്യരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരക്കാർ പണപ്പിരിവുമായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് പെരുന്നാളെന്നും പറഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഉത്സവമെന്നും പറഞ്ഞ് വരുമ്പോൾ അവരോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സംഘാടകരാണ്, നിങ്ങളാണ് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇടവക്കാരെ ജനങ്ങളായിട്ടുള്ള ഞങ്ങൾ പരാതി കൊടുക്കും. അതുകൊണ്ട് എത്ര പോലീസിനെ വിന്യസിക്കാം, അല്ലെങ്കിൽ എന്തുമാത്രം ഇതിനെ തടയിടാനുള്ള ആളുകൾക്ക് പിന്നെ എന്താ പറയുക, നിങ്ങൾ എന്താ പറയുക, കരുതൽ നിങ്ങൾക്ക് വെക്കാം, അതത്രയും ചെയ്യുക. അതല്ലാതെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, തമ്മിത്തല്ലി ആളുകൾ മരിക്കാനുള്ള ഇടയായി കഴിഞ്ഞാൽ, ആരാണോ പെരുന്നാളോ അല്ലെങ്കിൽ ഉത്സവമോ നടത്താൻ പിന്നെ ഇതിന് മുൻകൈ എടുത്തത് അവർക്കെതിരെ പരാതി കൊടുക്കുമെന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ പൈസ ഒക്കെ വരുമ്പോൾ നിങ്ങൾ പറയുക ജനങ്ങളെ.
ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. ഓക്കെ.